നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ വിപണിയിൽ പ്രതിസന്ധി. ഏഷ്യൻ വിപണികളിൽ റബ്ബറിന് പെട്ടെന്ന് ആവശ്യക്കാർ കുറഞ്ഞത് റെഡി ഔദി വ്യാപാര മേഖലകളിൽ മ്ലാനത പരത്തുന്നു. ചൊവ്വാഴ്ചത്തെ പ്രവൃത്തി ദിനം കഴിഞ്ഞാൽ ഒക്ടോബർ 8 വരെയും ചൈനീസ് വിപണിയിൽ അവധിയാണ്. ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരാഴ്ച നീളുന്ന അവധി ദിനങ്ങൾ മുന്നിൽ കണ്ട് വ്യവസായികളും ഇറക്കുമതി സമൂഹവും രാജ്യാന്തര റബ്ബർ മാർക്കറ്റിൽ നിന്ന് പിന്നോക്കം മാറിയത് ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 183 രൂപയായി താഴാൻ ഇടയാക്കി. ചൈനയുടെ അഭാവം മുന്നിൽ കണ്ട് ഓപ്പറേറ്റർമാർ ജപ്പാൻ, സിംഗപ്പൂർ വിപണികളിൽ കഴിഞ്ഞ വാരം തന്നെ ഇടപാടുകളുടെ വ്യാപ്തി കുറച്ചു. ജപ്പാൻ ഒസാക്കയിൽ കിലോ 305 യെന്നിൽ നിലകൊള്ളുന്ന ഫെബ്രുവരി അവധി ഈ വാരം 300-ലെ താങ്ങ് നിലനിർത്തിയാൽ 100 ദിവസങ്ങളിലെ ശരാശരി വിലയായ 313 യെന്നിലെ പ്രതിരോധത്തിലേക്ക് നീങ്ങാൻ ഇടയുണ്ട്. രാജ്യാന്തര റബ്ബർ മാർക്കറ്റ് ഈ വാരം നേരിയ റേഞ്ചിൽ നീങ്ങാൻ സാധ്യത. കേരളത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ നിർത്തിവെച്ച ടാപ്പിംഗ് വാരമധ്യത്തോടെ പുനരാരംഭിക്കാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് ഉൽപ്പാദകർ. വ്യവസായികൾ 4ാം ഗ്രേഡ് കിലോ 189 രൂപയ്ക്കും 5ാം ഗ്രേഡ് 186 രൂപയ്ക്കും ശേഖരിച്ചു. ഒട്ടുപാൽ വില 125 രൂപയായും ലാറ്റക്സ് 122 രൂപയായും ഉയർന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.